ഹായ്, ഗുഡ് ഈവനിങ്. നമ്മൾക്ക് എന്താ ഇന്നൊരു ഉള്ളിവട ഉണ്ടാക്കിയാലോ? ഈവനിങ് സ്നാക്കായിട്ട് വളരെ എളുപ്പത്തിൽ നമ്മളുടെ ചായക്കടയിലൊക്കെ കിട്ടുന്ന ടേസ്റ്റിൽ വളരെ കട്ടി കുറഞ്ഞ് നല്ല അടിപൊളി ഒരു ഉള്ളിവട ആയാലോ? അപ്പം എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക. നിങ്ങളുടെ വീടുകളിൽ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് 2 സവോള അരിഞ്ഞു വെച്ചിരിക്കുന്നത്, 1 പച്ചമുളക്, കുറച്ച് ഇഞ്ചി ഇതേപോലെ തീരെ ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നതാണ്, കുറച്ച് കറിവേപ്പില, ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി, കടലമാവ്. ഇത്രയാണ് വേണ്ടത്. നമുക്ക് ആദ്യമേ ലേശം ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നമ്മളുടെ സവോള നമുക്കൊന്ന് തിരുമ്മിയെടുക്കാം. നമ്മളിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇതൊന്ന് നമ്മളുടെ ഒണിയനൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഒന്ന് തിരുമ്മിയെടുക്കുന്നത്. പിന്നെ അതൊന്ന് ഇതേപോലെ ഒന്ന് വിട്ട് വരികയും ചെയ്യും നമ്മൾ തിരുമ്മുമ്പോൾ. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് തിരുമ്മിക്കൊടുക്കാം. നമ്മൾ സവോള നന്നായിട്ട് തിരുമ്മിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾക്ക് ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി കൂടി ഇതിലേക്ക് ചേർക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്തു. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് കടലമാവ് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. കടലമാവ് ഒരുപാട് കൂടി പോകരുത്, കാരണം നമ്മൾ ഉണ്ടാക്കുന്നത് ഉള്ളിവടയാണ്. അതുകൊണ്ട് ഒരുപാട് കടലമാവ് കൂടാതെ ഇതേപോലെ കുറേശ്ശെയായിട്ട് ആവശ്യത്തിന് മാത്രം മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ചുകൂടെ കടലമാവ് വേണമെന്ന് തോന്നുവാണെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇതിപ്പോൾ 2 വലിയ സവോളയ്ക്ക് നമ്മൾ 4 ടേബിൾ സ്പൂണോളം കടലമാവ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതിപ്പോൾ നമ്മൾ വെള്ളമൊന്നും ചേർത്തല്ല മിക്സ് ചെയ്തേക്കുന്നത്. ഇനി നമ്മൾക്ക് ഇതൊരു 10 മിനിറ്റ് അടച്ചു വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞു. ഇതിപ്പോൾ നല്ല പരുവത്തിൽ ഇപ്പോൾ നമ്മളിത് 10 മിനിറ്റ് മൂടി വെച്ചു. ഇനി നമ്മൾക്ക് പാത്രത്തിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ട് നമുക്ക് കുറേശ്ശായിട്ട് വറുത്തെടുക്കാം. നമ്മൾ പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായ പാത്രത്തിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മളിത് പരത്താൻ വേണ്ടിയിട്ട് കൈ ഇതേപോലെ വെള്ളത്തിലൊന്ന് നനച്ചിട്ട് നമ്മളുടെ മാവ് ഒന്ന് ഇതേപോലെ ഇങ്ങനെ ഒരു ചെറിയൊരു ഉരുള പോലെ ആക്കി ഇതിങ്ങനെ ഇതേപോലെ വട്ടത്തിൽ നമ്മൾ ഉള്ളിവടയുടെ ഷേപ്പിലേക്ക് പരത്തിയെടുക്കാം. ഇതേപോലെ നമ്മൾക്ക് മാവ് മുഴുവൻ ഇതേപോലെ പരത്തി നമുക്കിടാം. ഇപ്പം എണ്ണ നന്നായിട്ട് ചൂടായിരിക്കുവാണ്. നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മളിത് ഒരുപാട് കട്ടിയിൽ പരത്തിയെടുക്കരുത്. ഒരുപാട് കട്ടിയിൽ പരത്തിയെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തില്ല. ചെറിയൊരു കട്ടിയിൽ പരത്തിയെടുക്കാൻ പാടുള്ളൂ. പിന്നെ അതേപോലെ നമ്മളുടെ കടലമാവ് ഒരുപാട് കൂടിപ്പോയാലും ആ ഉള്ളിവടയുടെ യഥാർത്ഥ രുചി നമ്മൾക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് കടലമാവ് എപ്പോഴും നമ്മൾ കുറേശ്ശെ ആഡ് ചെയ്ത് നോക്കുക, കറക്റ്റാണോ, ഇതിൽ കൂടുതൽ വേണോ എന്ന് നോക്കിയിട്ട് മാത്രമേ പിന്നീട് ആഡ് ചെയ്യാൻ പാടുള്ളൂ. നമ്മളുടെ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ടാവും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടേ വറുത്തെടുക്കാവുള്ളൂ, അല്ലെങ്കിൽ നമ്മളുടെ സവോളയൊക്കെ ശരിക്കും കരിഞ്ഞു പോവും. അപ്പോൾ നമുക്കിതിനി മറിച്ചിടാം. നമ്മുടെ ഉള്ളിവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ ടിഷ്യൂ പേപ്പറിൽ വയ്ക്കുന്ന എണ്ണയൊക്കെ ഒന്ന് വലിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സോഫ്റ്റായിട്ട് ഒട്ടും കട്ടിയില്ല.
ഇത്രയും നമ്മൾ ഒരുപാട് കട്ടിയായി കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് വരില്ല. ഇതിപ്പോൾ ഒട്ടും കട്ടിയില്ലാത്തതുകൊണ്ട് ഇതാകമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ടേസ്റ്റി ഉള്ളിവട റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്